ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ CSEB ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന പരീക്ഷയുണ്ടല്ലോ, 8/10/2023 നടന്ന CSEBയുടെ ജൂനിയർ ക്ലറിക്കൽ എക്സാമിൻ്റെ പരീക്ഷയുടെ ചോദ്യങ്ങൾ, അതിൻ്റെ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ ഉണ്ടായിരുന്ന പരീക്ഷകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് CSEB നടത്തി വരുന്ന പരീക്ഷയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു 3-4 ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാലും കുറച്ച് സമയമെടുത്ത് നമ്മളൊന്ന് നല്ല രീതിയിൽ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് CSEB ചോദിച്ചത്. അതുമാത്രമല്ല, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത മാതിരിയുള്ള അതേപോലത്തെ ചോദ്യങ്ങൾ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ എത്തിയത് എന്ന് നമുക്ക് നോക്കാം. CSEBയുടെ ഫൈനൽ ആൻസർ കീ വരുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ചെയ്തിടുന്ന ഒരു ആൻസർ കീ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ശ്രദ്ധിക്കുക, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനിയും വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2, 3, 6, 15 -123 എന്ന് തുടങ്ങുന്ന ഒരു സീരീസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സീരീസ് പ്രകാരം എന്താണ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള സീരീസിലുള്ള അതേ ചോദ്യം തന്നെയാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സീരീസ് നോക്കാം. ഇവിടെ സീരീസ് തന്നിരിക്കുന്നത് 2, 3, 6, 15 ഒരു ഡാഷ് ഉണ്ട്, അതിനുശേഷം 123 അങ്ങനെയാണ് ഈ സീരീസ് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യാം? 3 കൊണ്ട് ഇൻറ്റു ചെയ്തതിന് ശേഷം കിട്ടുന്ന ഉത്തരം എത്രയാണോ അതിൽ നിന്ന് 3 ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാലോ. 2 × 3 നമുക്കറിയാം എത്രയാണ്? 6 ആണ്. 6ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 3 കിട്ടി. ഓക്കെ, അപ്പോൾ 2ൽ നിന്ന് 3ലേക്ക് എത്തിയ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ഇനി നോക്കിയേ, 3 × 3, 3നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്തു? 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് എത്ര മൈനസ് ചെയ്തു? 3 മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 6 കിട്ടി. അപ്പോൾ 3ൽ നിന്ന് 6ലേക്ക് എത്തിയതും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി വീണ്ടും 6 × 3 നമുക്കറിയാം 18 ആണ്. 18ൽ നിന്ന് 3 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 15 കിട്ടി. ഇനി വീണ്ടും 15 × 3 നമുക്കറിയാം 45 ആണ്. 45ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 42 ആണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി 42 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ നോക്കാം. 42 × 3 42 × 3 നമുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 126 ആണ് വരുന്നത്. 126ൽ നിന്ന് നമ്മൾ 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 123. അപ്പോൾ നമ്മളെ സീരീസ് എന്തായി? സെറ്റായി. ഓക്കെ അല്ലേ? എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യവുമാണ്. 2, 3, 6, 15 -123 എന്ന് പോകുന്ന ഒരു സീരീസാണ്. 2നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്തു? 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. ആ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് എത്ര മൈനസ് ചെയ്തു? 3 മൈനസ് ചെയ്തു. അപ്പോൾ അതാണ് തന്നിരിക്കുന്ന തൊട്ടു മുന്നിലുള്ള ടേമിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കുന്നു? 3 കൊണ്ട് ഇൻറ്റു ചെയ്തതിനു ശേഷം പിന്നെ അതിനുശേഷം 3 കൊണ്ട് കിട്ടിയ ആൻസറിനെ 3 മൈനസ് ചെയ്തിരിക്കുന്നു. ആ ഒരു രീതിയിലാണ് ഈ സീരീസ് പോയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 106, 121, 151, 196 -331 അങ്ങനെ പോകുന്ന ഒരു സീരീസ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. 106 ഉണ്ട്, 121 ഉണ്ട്, 151 ഉണ്ട്, 196 ഉണ്ട്, അത് കഴിഞ്ഞ് -331. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ സീരീസ് പോയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളൊരൊറ്റ കാര്യം നോക്കിയേ, നമുക്കിതിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കാം അല്ലേ. ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ഒന്നുമല്ല. നമുക്ക് സീരീസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളൊരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണോ അഡീഷൻ സീരീസ് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ഒന്നുമല്ല, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നമുക്കിതിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കാം. എത്ര കിട്ടി? 15 കിട്ടി. വീണ്ടും അടുത്തതിൻ്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കിയേ. ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ 30 ആണെന്ന് മനസ്സിലായി. വീണ്ടും അടുത്ത ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ 45 ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പോയിരിക്കുന്നത്? 15, 30, 45. അടുത്ത എത്ര ആയിരിക്കണം? 60 ആയിരിക്കണം. 196ൻ്റെ കൂടെ 60 കൂട്ടുമ്പോൾ നമുക്ക് 256 വരണം. ആ 256ൻ്റെ കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യണം?
75 അടുത്തത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 75 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 331. കണ്ടില്ലേ, 15 വീതം ഇവിടെ ആഡ് ചെയ്ത് പോയിരിക്കുന്നു. അപ്പോൾ 256 ഉത്തരമായിട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്, 256 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആണെന്ന് പറയാം. ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരുന്നു. എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ കിട്ടാൻ സാധ്യതയുള്ളൊരു സീരീസ് തന്നെയായിരുന്നു എന്ന് ഉറപ്പാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്തത് നമുക്ക് ഫൈൻഡ് ഓഡ് വൺ എന്ന് പറയുന്നൊരു 3 ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും വളരെ കൃത്യമായിട്ട് അപ്ഡേഷൻസ് ഉള്ള ആളിന് ചെയ്യാൻ പറ്റുന്ന ചോദ്യമായിരുന്നു 43ാമത്തെ ചോദ്യം. നമുക്ക് അമരാവതിയുണ്ട്, ഷിംലയുണ്ട്, ഇംഫാലുണ്ട്, അതുപോലെ തന്നെ വാരണാസിയുണ്ട്. പല ആൾക്കാർക്കും സംശയം വരും, ഈ ഷിംലയും ഇംഫാലും എന്താണ്? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റൽസ് ആണ്, അതായത് തലസ്ഥാനങ്ങളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ചെറിയ സംശയം വരാൻ സാധ്യതയുള്ളത് അമരാവതിയിലും വാരണാസിയിലുമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ അവസാനമായിട്ട് അമരാവതി ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമരാവതി ക്യാപിറ്റലാണ്, അതുപോലെ തന്നെ ഷിംല ക്യാപിറ്റലാണ്, ഇംഫാലും എന്താണ്? ക്യാപിറ്റലാണ്. വാരണാസി മാത്രമാണ് ഒരു സിറ്റി ആയിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ള ഏതാണ്? വാരണാസിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായി വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അമരാവതി ഉണ്ട്, ഷിംലയുണ്ട്, ഇംഫാലുണ്ട്, അതുപോലെ തന്നെ വാരണാസിയുണ്ട്. അമരാവതി എന്താണ്? ഒരു ക്യാപിറ്റലാണ്. ഷിംല ഒരു ക്യാപിറ്റലാണ്. ഇംഫാൽ ഒരു ക്യാപിറ്റലാണ്. അമരാവതി ഇപ്പോഴാണ് ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലായത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വാരണാസി എന്ന സിറ്റിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് 44ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വീണ്ടും നമുക്കൊരു ഓഡ് വൺ ആണ്. ലോക്ക് ഉണ്ട്, ഹാൻഡ് ഉണ്ട്, ഡോർ ഉണ്ട്, പാം ഉണ്ട്. നമ്മൾ ഇത് പല രീതിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ പല ഉത്തരങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ഉത്തരം ഇപ്പോൾ എന്താണ്? പാം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൈപ്പത്തിയാണ്. ഇനി ഹാൻഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മുടെ കൈയാണ്. അതുപോലെ തന്നെ ഡോറ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മൾ ലോക്ക് ഡോറിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ ലോക്കുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പല രീതിയിൽ നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ ഡോർ ആൻസർ വരാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ബി ആയിരിക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് CSEയുടെ ആൻസർ കീ വരുമ്പോൾ അവരെന്താണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റിലേഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് സൈക്കാട്രിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പോഡിയാട്രിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിയാട്രിസ്റ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഈ സൈക്കാട്രിസ്റ്റ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ ഫിസിയാട്രിസ്റ്റ്, ഇതെല്ലാം നമുക്ക് മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് മാനസികപരമായിട്ടുള്ള അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ മെൻ്റലുമായി ബന്ധപ്പെട്ട മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചികിത്സ നൽകുന്നതാണ്. ആരൊക്കെ എന്ന് പറയുന്നത്? ഈ സൈക്കാട്രിസ്റ്റ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ ഫിസിയാട്രിസ്റ്റ്, ഇവരൊക്കെ. എന്നാൽ പോഡിയാട്രിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കാൽപാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്കുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരാനുള്ള സാധ്യത. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു ടേബിൾ ടൈപ്പിലുള്ള ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6, 4, 3, 30 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ 6, 4 കൂടെ നമുക്ക് 6 + 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 കിട്ടും. ആ 10നെ ഈ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? 30 ആയി. തൊട്ടടുത്ത റിലേഷനും കൂടെ നോക്കിക്കഴിഞ്ഞാലോ 5 ഉണ്ട്, 4 ഉണ്ട് അല്ലേ. 5ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 9 ആണ് വരുന്നത്. 9നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര വന്നു? 18 വന്നു. നമുക്ക് എന്തായി? ആ റിലേഷൻ സെറ്റായി, നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ, 8, 6. 8ഉം 6ഉം എത്രയാണ്? 14. 14നെ ഏത് സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 98 കിട്ടും. എത്ര കൊണ്ട്? 7 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 98 കിട്ടും. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഉത്തരം വരുന്ന സാധ്യതയാണ് ഓപ്ഷൻ സി ആണ്. 7 ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയാം. അടുത്ത ചോദ്യം വീണ്ടും നമുക്കൊരു സർക്കിളിലുള്ള കുറച്ച് നമ്പേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനെ നമുക്കൊരു സീരീസ് ആയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. സീരീസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. 3, 9, 21, 45, 93. അടുത്ത ടേം ഏതാണെന്ന് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ഏതിലാണ് ചെയ്യുന്നത്? നമ്മളിത് ക്ലോക്ക് വൈസിലാണ് നമ്മൾ ചെയ്തത്. 3, 9, 21, 45, 93 അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം ഉണ്ടായിരുന്ന 3 ഞാൻ എഴുതി അല്ലേ. 3നെ ഞാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. 3നെ ഞാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ എനിക്ക് 6 കിട്ടി.
ആ 6നോട് ഞാൻ എത്ര കൂട്ടി? 3 കൂട്ടിയപ്പോൾ എനിക്ക് 9 വന്നു. നമുക്ക് തൊട്ടടുത്ത് നോക്കിയാലോ. 9നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. 9നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 18 ആണ്. അതിൻ്റെ കൂടെ ഞാൻ 3 കൂട്ടിയപ്പോൾ എനിക്ക് 21 വന്നു. അപ്പോൾ നമ്മുടെ സീരീസ് സെറ്റായി വരുന്നുണ്ട്. 21നെ ഞാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, എനിക്ക് 42 ആണ്. 42നോടെ 3 കൂട്ടിയപ്പോൾ 45. സീരീസ് സെറ്റായി അല്ലേ. ഇനി അടുത്ത 45നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു, നമുക്ക് 90 കിട്ടി. 90നോടെ 3 കൂട്ടി, ആൻസർ 93. അടുത്തത് 93നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്തു? 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് 186 വന്നു. അതിനോട് 3 കൂട്ടി, അപ്പോൾ 189 ആണ് ഇവിടെ വരേണ്ടത്. സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ്, 189 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വീണ്ടും നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമുക്കിതിനെ കൃത്യമായി റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. ഒരു ഈസി ആയിട്ടുള്ള ചോദ്യമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇതിൻ്റെ റിലേഷൻ മനസ്സിലാക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിലേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ 7ഉം 6ഉം കൂടെ പ്ലസ് ചെയ്തു. 6ഉം 6ഉം 12 13, 7ഉം 6ഉം കൂടെ ഞാൻ പ്ലസ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? എനിക്ക് 13 കിട്ടി. ഈ 13ൽ നിന്ന് ഞാൻ 4 അങ്ങ് മൈനസ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 9 കിട്ടി. ഈ 9ൻ്റെ സ്ക്വയറാണ് ഏതെന്ന് പറയുന്നത് 9. അത് കഴിഞ്ഞ് 9ൻ്റെ സ്ക്വയറാണ് ഏത്? 81. സംഭവം സെറ്റായില്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടി 6ഉം 7ഉം കൂടെ കൂട്ടി 6ഉം 7ഉം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 13, അതിൽ 4 മൈനസ് ചെയ്തപ്പോൾ എനിക്ക് 9 വന്നു. ആ 9ൻ്റെ സ്ക്വയറാണ് 81. ഓക്കെ, തൊട്ടടുത്ത് നമുക്ക് നോക്കിയാലോ അതേ റിലേഷൻ നോക്കാം. 8ഉം 5ഉം കൂടെ കൂട്ടി, അതായത് 5ഉം 8ഉം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് വന്നത് 13 ആണ്. 8ഉം 5ഉം 13 ആണ്. 13ൽ നിന്ന് ഞാൻ 6 കുറച്ചപ്പോൾ എനിക്ക് 7 കിട്ടി. ആ 7ൻ്റെ സ്ക്വയറാണ് ഏതെന്ന് പറയുന്നത് 49. സംഭവം സെറ്റായില്ലേ? തൊട്ടടുത്ത് എങ്ങനെ നോക്കാം. ഇതും കൂടെ കൂട്ടിയിട്ട് 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടണം? നമുക്ക് 6 കിട്ടണം. അപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ള നമ്പർ ഏതായിരിക്കും? ഓപ്ഷൻ എ 9 ആയിരിക്കും അല്ലേ. 9ഉം 2ഉം കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 11 കിട്ടി. അതിൽ നിന്ന് എത്ര? 5 കുറച്ചപ്പോൾ എനിക്ക് 6 ആണ് വന്നത്. ഈ 6ൻ്റെ സ്ക്വയറാണ് എത്രയെന്ന് പറയുന്നത്? 36. സ്വാഭാവികമായിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത് എന്ന് പറയാം. തൊട്ടടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. വീണ്ടും നമുക്ക് ട്രയാങ്കിൾ തന്നിരിക്കുന്ന കുറച്ച് നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ഒരെണ്ണമാണ്. നമുക്കിതിൻ്റെ വെർട്ടെക്സ്, ഇതിൻ്റെ മൂലകളിൽ തന്നിരിക്കുന്ന നമ്പർ 8 6 4 8 6 4 ആണല്ലേ. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 4 10 18. 18നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 54 ആവില്ലേ? അടുത്ത കൂടെ നോക്കാം. 7 9 7 9 5 7 9 കൂടെ 7 9 കൂടെ കൂടുമ്പോൾ 16. 16ഉം 5ഉം കൂടെ ആകുമ്പോൾ 16ഉം 5 7 9ഉം കൂടെ 16 ആണ്. 16ഉം 5ഉം കൂടെ കൂടുമ്പോൾ 21 ആണ്. ആ 21നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി എത്ര? 63. സെറ്റായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും? 11ഉം 9ഉം കൂടെ കൂട്ടും. 11ഉം 9ഉം കൂടുമ്പോൾ 20, 20 8ഉം 28. 28നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 28നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 28 × 3 60, 8 3 24. അപ്പോൾ 60ഉം 24ഉം കൂടെ പ്ലസ് ചെയ്യണം അല്ലേ. 84 ഉണ്ടല്ലോ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. കണ്ടില്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് അടുത്ത നമുക്ക് 2 സീരീസ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ സീരീസ് പറയാം. 6 24 60 120 210 അങ്ങനെ പോകുന്ന ഒരു സീരീസ്. ഇതിൻ്റെ അടുത്ത ടേം ഏതാണെന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എങ്ങനെയായിരിക്കും? നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം അല്ലേ. 6 24 ആകണമെങ്കിൽ എത്ര കൂടി കാണും? 18 കൂടി കാണും. ഇനി 24 60 ആകണമെങ്കിൽ എത്ര കൂടി കാണും? 36 കൂടി കാണും അല്ലേ. 36 കൂടിയല്ലേ 60 ആവുള്ളൂ. അടുത്തത് 36. ഈ 60 120 ആണെങ്കിൽ എത്ര കൂടണം? 60 കൂടിയിട്ടുണ്ട് അല്ലേ. ഇനി 120 ഇതാവണമെങ്കിൽ എത്ര കൂടിയിട്ടുണ്ട്? 90 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് എടുക്കുന്നത്. ഈ 18 36 60 90 എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ. എടാ 18നോട് എത്ര കൂട്ടിയാൽ 36 വരും? ഒരു 18 കൂടെ കൂട്ടുമ്പോൾ 36. ഈ 60 വരണമെങ്കിൽ എത്ര കൂട്ടണം? 18നോട് 18 കൂട്ടിയപ്പോൾ 36. 36നോട് എത്ര കൂട്ടി കഴിഞ്ഞാൽ 60 വരും? നമുക്കറിയാം. എടാ 24 കൂട്ടിക്കഴിഞ്ഞാൽ വരും. വീണ്ടും ഇത് അടുത്ത 30 കൂടിക്കഴിഞ്ഞാൽ വരും. കണ്ടില്ലേ? അപ്പോൾ അടുത്ത നമ്മൾ കൂട്ടേണ്ട സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 18 24 30 അടുത്ത 36 ആണ് കൂട്ടേണ്ടത്.
90ൻ്റെ കൂടെ എത്ര കൂട്ടണം? 36 കൂട്ടണം. 36 കൂട്ടുമ്പോൾ 126 ഇതിനോട് കൂട്ടേണ്ടത്. 210 എത്ര കൂട്ടണം? 126. അപ്പോൾ എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി? ഒരു സീരീസിനകത്ത് മറ്റൊരു സീരീസ്, വീണ്ടും ഒരു സീരീസ്. കണ്ടില്ലേ? 18, 36, 60, 90, 126 അങ്ങനെ പോയിരിക്കുന്നു. അപ്പോൾ 18നോട് 12 കൂട്ടിയുമ്പോൾ 36, 36നോട് വീണ്ടും 24 കൂട്ടി, 18നോട് എത്ര കൂട്ടി? 6 കൂട്ടി, വീണ്ടും 6 കൂട്ടി, വീണ്ടും എത്ര കൂട്ടി? 6 കൂട്ടി. അപ്പോൾ വീണ്ടും അടുത്തത് 6 ആയിരിക്കും കൂട്ടേണ്ടത്. അങ്ങനെയല്ലേ പോകുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് ആൻസർ എത്ര കിട്ടി? 210നോട് 126 കൂട്ടണം അല്ലേ? നോക്കാം, ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ നോക്കാമല്ലോ. 126 കൂട്ടി 6, 3, 3, 336 ഉണ്ടല്ലോ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 336 ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത 50. അപ്പോൾ ആദ്യത്തെ 10 ചോദ്യങ്ങൾ ചെയ്തു. ഒരു ചോദ്യമാണ് നമുക്ക് ചെറിയൊരു സംശയം ഉള്ളത്. ബാക്കിയെല്ലാം നമുക്ക് എന്താണ് ശരി ഉത്തരമാണ് കിട്ടിയത്. അടുത്ത് നമുക്ക് 51ാമത്തെ ചോദ്യം. 51ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതും നമുക്കൊരു സീരീസ് തന്നെയാണ്. നമുക്ക് നോക്കാം. 19, 26, 40, 68, 124 ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിലേഷൻ എന്ന് നോക്കാം. 19ൻ്റെ കൂടെ 26ലേക്ക് വരണമെങ്കിൽ അവിടെ എത്ര കൂടണം? 7 കൂടണം. അടുത്തത് 14 കൂടിയിരിക്കുന്നു. അടുത്തത് 14 കഴിഞ്ഞാൽ അടുത്തത് 28 ആഡ് ചെയ്തിരിക്കുന്നത്. 28 കഴിഞ്ഞാൽ അടുത്ത 56 ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇരട്ടി അല്ലേ? 7 ആഡ് ചെയ്തു, 14 ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് 28 ആഡ് ചെയ്തു. 28 കഴിഞ്ഞപ്പോൾ വീണ്ടും എത്ര? 56 ആഡ് ചെയ്തു. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അടുത്ത ഇരട്ടി എത്രയാണ്? 112 ആഡ് ചെയ്യേണ്ടത്. ഈ 56ൻ്റെ ഇരട്ടി എത്രയാണ്? 112. അപ്പോൾ 124നോട് 112 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 6, 3, 236 വരണം. 236 ഇവിടെ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. അടുത്തൊരു ചോദ്യം നമുക്ക് ആൽഫബറ്റ് സീരീസ് അല്ലെങ്കിൽ കോഡിംഗ് ഡീകോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് തന്നിരിക്കുന്നത് DEFG ആണ്. നമുക്ക് നോക്കാം. DEFG ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. അത് നമ്മളതിലുണ്ട്. അതിനെ FILO ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് എഫ് നോക്കാമല്ലോ. എഫ് ഇവിടെ ഉണ്ടല്ലേ? ഇതാണ് എഫ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? എഫ് കഴിഞ്ഞതിന് ശേഷം ഐ ആണ്. FI ഓക്കെ. FI അതിനുശേഷം FILO. അപ്പം നമുക്കൊന്ന് നോക്കാമല്ലോ. എഫ് കഴിഞ്ഞ് 1, 2, 3ാമത്തെ ലെറ്ററാണിത് അല്ലേ? എഫ് കഴിഞ്ഞ് 3ാമത്തെ ലെറ്റർ ഐ കഴിഞ്ഞ് 1, 2, 3ാമത്തെ ലെറ്റർ എൽ കഴിഞ്ഞ് 1, 2 നോക്കുക. എൽ കഴിഞ്ഞ് MNO ആണ്. നോക്കുക, എം കഴിഞ്ഞ് 1, 2, 3ാമത്തെ ലെറ്ററാണ് ആരെന്ന് പറയുന്നത്? O ആണ്. അപ്പോൾ നമുക്ക് ആ ലെറ്ററിൻ്റെ പൊസിഷൻ പിടികിട്ടി. ഇനി ഡിയിൽ നിന്ന് എഫിലേക്ക് വന്നത് മനസ്സിലാക്കണം. നമ്മളെ ഇതായിരുന്നു ഡി. ഈ ഡിയിൽ നിന്ന് നോക്കിയേ 1, 2, 3ാമത്തെ ലെറ്റർ നോക്കാം. DEF 2ാമത്തെ ലെറ്ററിലാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഡി കഴിഞ്ഞ് എവിടെ തുടങ്ങി? 2ാമത്തെ ലെറ്ററിലാണ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിലാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ KLMN ഇവിടെ തുടങ്ങേണ്ടത് ഏതിലായിരിക്കണം? എമ്മിലായിരിക്കണം ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലായി. അപ്പോൾ എം ഇല്ലാത്ത ഓപ്ഷൻസ് നമുക്ക് ഒഴിവാക്കാം. 2 ഓപ്ഷൻസ് ഞാൻ എന്ത് ചെയ്തു? ഒഴിവാക്കി. പിന്നുള്ളത് MPSVയും MPVSുമാണുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 എന്ത് തന്നെയാണ്? MP തന്നെയാണ് എന്ന് ഉറപ്പിക്കാം. നമുക്ക് 3ാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഓർഡർ നോക്കാം. MP ആദ്യം M നോക്കാം. M ഇവിടെ ഉണ്ട്. അതിനുശേഷം P ഉണ്ട്. അത് കഴിഞ്ഞ് എസ് ഉണ്ട്. എസ് കഴിഞ്ഞ് അടുത്ത വരാനുള്ള ഏതാണ്? വി ആണ് അല്ലേ? അപ്പോൾ MPSV MPSV വളരെ കൃത്യമായിട്ട് പോയിരിക്കുന്നു. ഓപ്ഷൻ ഏതാണ്? എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. MPVS ആകുമ്പോൾ ഇവിടെ വി കഴിഞ്ഞ് എസ് ആവണം. അപ്പോൾ എന്താണ്? അത് ശരിയല്ല. ഇത് ഉത്തരം നമുക്ക് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ആ കോഡിങ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. എന്നാൽ അടുത്ത ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. CUS ഉണ്ട്, DVT ഉണ്ട്, EWU ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കാം. ആദ്യം സി, അത് കഴിഞ്ഞ് ഉള്ളത് ഏതാണ്? ഡി. സി കഴിഞ്ഞ് ഡി ആണ്. സി കഴിഞ്ഞ് ഡി ആണ്. ഡി കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഇ ആണ്. അപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് ലെറ്റർ മാത്രം നോക്കാമല്ലോ. CDE. അടുത്ത ഏതാണ് വരേണ്ടത്? എഫ് ആണ് വരേണ്ടത്. അടുത്ത വരേണ്ടതാണ് എഫ് ആണ്. എഫ് ആൻസർ ഉള്ളത് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഇവിടെ ഏതാണ്? FXV ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കി ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട?
ആദ്യത്തെ ഫസ്റ്റ് ലെറ്റർ മാത്രം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ബാക്കിയുള്ളതിനെ എല്ലാം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നമുക്ക് ഒരു ലെറ്ററും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. UVW നോക്കാമല്ലോ. U ഉണ്ട്, V ഉണ്ട്, W ഉണ്ട്. സ്വാഭാവികമായി അടുത്ത വരേണ്ടത് ആരായിരിക്കണം? X ആയിരിക്കണം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? യെസ്, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ CSEB-യിൽ ചോദിക്കാത്ത ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ നല്ലൊരു മെന്റൽ എബിലിറ്റി ചോദ്യം തന്നെയാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയഗ്രംസ് റെപ്രസെന്റ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് എമംഗ് ജഡ്ജ്, തീഫ് ആൻഡ് ക്രിമിനൽ? അപ്പോൾ ജഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ തീഫ് എന്താണ്, കള്ളനുണ്ട്, അതുപോലെ തന്നെ ഒരു ക്രിമിനൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ തന്നിരിക്കുന്ന ഡയഗ്രാമിൽ ഏത് ഇതിൽ നമുക്ക് സെറ്റാക്കാം എന്നുള്ളതാണ്. ഇവരെ മൂന്ന് പേരെയും ഒരേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഓപ്ഷൻ എ വരാൻ സാധ്യത ഇല്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി, ഇത് നമുക്ക് പിന്നെ തീഫ്, അതുപോലെ തന്നെ ഇതെന്താണ്, ക്രിമിനൽ, ജഡ്ജ് ഇങ്ങോട്ട് മാറി നിൽക്കുന്നു എന്ന്. പക്ഷെ ഇത് നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്യൂട്ടബിൾ അല്ല. യഥാർത്ഥത്തിൽ നമുക്ക് സ്യൂട്ടബിൾ ആകുന്നത് ഓപ്ഷൻ സി ആണ്. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജഡ്ജും ഈ ലോകത്തുള്ള എല്ലാ കള്ളന്മാരും ആരാണ്? ക്രിമിനൽസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ എല്ലാ കള്ളന്മാരും എന്താണ്? ക്രിമിനൽസ് ആണ്. ഇത് ജഡ്ജ് വേറെയാണ്. ഓക്കെ അല്ലേ? സംഭവം ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരേണ്ടത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു കോഡ് ലാംഗ്വേജ് പ്രകാരം നമുക്ക് GOD ഗുഡിനെ നമ്മൾ JRRG എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗുഡ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ G ഉണ്ടല്ലേ, ABCDE ഇവിടെയാണ്, ഇത് F ആണ്, ഇത് G ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഗുഡിനുണ്ട്. ഗുഡിന് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഇതാണ് ഗുഡ്, GOO, അതിനുശേഷം D, ഇവിടെ ഗുഡ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കൃത്യമായി ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം അതിനെ JRRG ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, JRRG. അപ്പോൾ ഗുഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇവിടെ J ആയല്ലേ, GJ ആയി. കണ്ടല്ലോ എത്ര, 1 2 3 ലെറ്റർ കൂടിയാണ് G വന്നിരിക്കുന്നത്. അടുത്തത് RR നമുക്ക് നോക്കാമല്ലോ. O കഴിഞ്ഞതിന് ശേഷം 1 2 3 4 ലെറ്റർ കഴിഞ്ഞ് കൃത്യമായി എന്ത് വന്നിരിക്കുന്നു, R വന്നിരിക്കുന്നു, 2 എണ്ണം വന്നിരിക്കുന്നു. അതിനുശേഷം അടുത്തത് D ആണ്. D കഴിഞ്ഞ് എത്ര ലെറ്റർ, 1 2 3 നാലാമത്തെ ലെറ്റർ ആരായിട്ട് വന്നിട്ടുണ്ട്, G ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ G കഴിഞ്ഞ് ജിയോട് നാലാമത്തെ ലെറ്റർ ആയിട്ട് ആര് വന്നിരിക്കുന്നു, J വന്നിരിക്കുന്നു. ഓയോട് നാലാമത്തെ ലെറ്റർ ആയിട്ട് ആര് വന്നിരിക്കുന്നു, R വന്നിരിക്കുന്നു. വീണ്ടും ഓയോട് നാലാമത്തെ ലെറ്റർ ആയിട്ട് R വന്നിരിക്കുന്നു. വീണ്ടും ഡിയോട് നാലാമത്തെ ലെറ്റർ ആയിട്ട് ആര് വന്നിരിക്കുന്നു, G വന്നിരിക്കുന്നു എന്ന് പറയാം. അപ്പം നമ്മൾ ആ ഒരു രീതി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും. തൊട്ടടുത്ത നമ്പറിലേക്ക് നമുക്കിവിടെ കോഡ് ചെയ്യേണ്ടത് ബോൾഡ് എന്ന് പറയുന്ന വാക്കാണ്. ആദ്യം B ആണ്. B എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ എടുത്തു. എത്രാമത്തെ ലെറ്റർ ആണ് എടുക്കേണ്ടത്, 1 2 3 നാലാമത്തെ ലെറ്റർ. അപ്പോൾ ഇയിലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ B ഉൾപ്പെടെ നമ്മൾ എത്രാമത്തെ ലെറ്റർ നോക്കണം, നാലാമത്തെ ലെറ്റർ നോക്കണം. 1 2 3 4 നാലാമത്തെ ലെറ്റർ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് വരേണ്ടത്, ഫസ്റ്റ് ലെറ്റർ E ആണ് വരുന്നത്. സ്വാഭാവികമായിട്ട് E ഇവിടെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഒരേ ഒരെണ്ണം മാത്രമേ ഈ ഓപ്ഷൻ ഉള്ളൂ. സ്വാഭാവികമായിട്ട് EROG ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലവ് എന്ന് പറയുന്ന വാക്കിനെ നമ്മളിവിടെ കോഡ് ചെയ്തിരിക്കുന്നത് 9 എന്നാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫിഷിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഫിഷ് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ലവ് എന്ന് പറയുന്ന വാക്ക് LOVE നമുക്ക് നോക്കാം. L എന്ന് പറയുന്നത് 12ാമത്തെ ലെറ്റർ, O എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ, LOVE V എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 22ാമത്തെ ലെറ്റർ. അത് കഴിഞ്ഞ് VE ആണ്, ABCDE ആണിത് കേട്ടോ. ഇത് F, ഇത് G. ഓക്കെ, അപ്പോൾ ലവ് എന്ന് പറയുന്ന കൊണ്ട് ഇപ്പോൾ എന്താണ് VE എന്ന് പറയുന്ന 5ാമത്തെ ലെറ്റർ ആണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. E എന്ന് പറയുന്നത് 5ാമത്തെ ലെറ്റർ. 5 22 27, 27 10 37, 37 2 39, 39 10 49, 5 54, 54 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ലവിൻ്റെ ലെറ്റേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 54 ആണ്. ഈ 54 ഡിജിറ്റ് സമ്മ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. 5 4 കൂടെ കൂട്ടുമ്പോൾ 9 ആണ്. അപ്പോൾ ഫെയറിനും അങ്ങനെ തന്നെയാണ്.
ഫെയർ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഫെയർ ആഡ് ചെയ്യുമ്പോൾ എഫ് എന്ന് പറയുന്ന എത്രാമത്തെ ലെറ്ററാണ്? എഫ് എന്ന് പറയുന്ന 6ാമത്തെ ലെറ്ററാണ്. എ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ലെറ്ററാണ്. ഐ എന്ന് പറഞ്ഞാൽ 9ാമത്തെ ലെറ്ററാണ്. ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രാമത്തെയാണ്? 18ാമത്തെ ലെറ്ററാണ്. 18, 19, 19, 28, 28, 6, 34 വരുന്നത്. അതിൻ്റെ ഡിജിറ്റ് സം 3 + 4 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 7 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ലോസ്റ്റ്. ഓരോ ലെറ്ററിൻ്റെയും പ്ലേസ് വാല്യൂ എടുക്കുക. ആദ്യം എല്ലിൻ്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം 12 ആണ്, എടുത്ത് പ്ലസ് ഇട്ടു. അത് കഴിഞ്ഞ് ഒ ആണ്. ഒ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്, എടുത്തു. അതിനുശേഷം എസ് ആണ്. എസിൻ്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം 19 ആണ്, 19 എടുത്തു. അതിനുശേഷം ടിയുടെ പ്ലേസ് വാല്യൂ എടുക്കുന്നു. ടിയുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അപ്പം നമുക്കിതൊന്ന് ആഡ് ചെയ്താലോ? 20ഉം 19ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 39. 39ൻ്റെ കൂടെ നമുക്കൊരു 15 ആഡ് ചെയ്യണം. 39ഉം 15ഉം നമുക്ക് 49, 54 ആണ്. 54ൻ്റെ കൂടെ വീണ്ടും നമുക്ക് എത്ര? 12 ആഡ് ചെയ്യണം. നമുക്ക് 66 ആണ്. സോറി, 68 അല്ല, 66 ആണ് നമുക്കിവിടെ എന്താണ് ഈ പ്ലേസ് വാല്യൂവിൻ്റെ സമ്മായിട്ട് വരുന്നത്. 66 ആണ്. 66ൻ്റെ ഡിജിറ്റ് സം നമുക്കൊന്ന് എടുത്തു നോക്കാം. എത്രയാണ് വരുന്നത്? 12 ആണ്. 12നെ വീണ്ടും നമുക്ക് ഡിജിറ്റ് സം എടുക്കുമ്പോൾ ഇവിടെ ആൻസർ എത്രയാണ്? വീണ്ടും എടുക്കണം, ഒരു തവണ കൂടി എടുക്കണം, സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റണം. സോ ദ ആൻസർ ഈസ് നമുക്ക് എത്രയെന്ന് പറയാം? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 3 ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ശോഭ ഈസ് എ സിസ്റ്റർ ഓഫ് സജു. അപ്പോൾ സജുവിൻ്റെ സിസ്റ്ററാണ് ആര്? ശോഭ എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇനി അതിനുശേഷം എന്താ പറഞ്ഞത്? ആൻഡ് സജു ഈസ് ദ ബ്രദർ ഓഫ് ബൈജു. അപ്പോൾ ഈ സജുവിൻ്റെ ബ്രദറാണ് ആര്? ബൈജു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈജു. അടുത്തത്, ബൈജു ഈസ് ദ ഹസ്ബൻഡ് ഓഫ് പ്രേമ. അപ്പോൾ ബൈജു എന്ന് പറയുന്നത് ബൈജുവിൻ്റെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? പ്രേമ. ഓക്കെ, പ്രേമ. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഇവർ 3 പേരും സഹോദരങ്ങളാണ്. ബൈജു, സജു, അതുപോലെ തന്നെ ശോഭ. ഇവർ 3 പേരും എന്താണ്? സഹോദരങ്ങളാണ്. അപ്പോൾ അതിലൊരാൾ ബൈജുവിൻ്റെ ഭാര്യയാണ് ആരെന്ന് പറയുന്നത്? പ്രേമ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെന്റൻസ് നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. ഇഫ് രാമു ഈസ് ദ ഫാദർ ഓഫ് സജു. അപ്പോൾ സജുവിൻ്റെ അച്ഛനാണ് ആര്? രാമു. അപ്പോൾ സജുവിൻ്റെ അച്ഛൻ രാമു ആണെങ്കിൽ ശോഭയുടെ അച്ഛനും ആരാണ്? രാമു ആണ്. ബൈജുവിൻ്റെ അച്ഛനും ആര് തന്നെയാണ്? രാമു തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ദ പ്രേമ റിലേറ്റഡ് ടു രാമു? രാമുവും ഈ പറയുന്ന രാമുവും ഈ പ്രേമയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മരുമോളാണ് അല്ലേ? മരുമകളാണ്. അതായത് ഡോട്ടർ ഇൻ ലോ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇഫ് ദ 5th ഓഫ് എ മന്ത് ഈസ് ട്യൂസ്ഡേ. ഒരു മാസത്തിലെ 5ാം തീയതി എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? യെസ്, ട്യൂസ്ഡേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 5ാം തീയതി ട്യൂസ്ഡേ എന്ന് എഴുതി വെച്ചു. വാട്ട് ഡേറ്റ് വിൽ ബി 3 days ആഫ്റ്റർ 3rd Friday ഇൻ ദാറ്റ് മന്ത്? അതായത് ഈ മാസത്തിലെ 3ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ് 3 ദിവസം ആകുമ്പോൾ എത്രാമത്തെ തീയതിയാണ്? അത് എത്രാമത്തെ തീയതിയാണെന്ന് 3ാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ് പിന്നെ ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോൾ അന്നത്തെ തീയതി എന്താണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇവിടെ 5ാം തീയതി ട്യൂസ്ഡേ ആണ്. 5ാം തീയതി ട്യൂസ്ഡേ ആവണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞേ, നമ്മൾ ഈ ട്യൂസ്ഡേ നമുക്ക് ഫ്രൈഡേയിലോട്ട് മാറ്റാം അല്ലേ? ഇപ്പോൾ നമുക്ക് ഇന്നെന്താണ്? ട്യൂസ്ഡേ ആണ്. എന്താണ്? ചൊവ്വാഴ്ചയാണ്. അത് വെള്ളിയാഴ്ചയിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര? നമുക്ക് ബുധൻ, വ്യാഴം, വെള്ളി 3 കൂട്ടുമ്പോൾ വരും അല്ലേ? അപ്പോൾ നമുക്ക് 3 കൂട്ടിയപ്പോൾ നമുക്ക് 8ാം തീയതി എന്താണെന്ന് വന്നു? ഫ്രൈഡേ എന്ന് വന്നു. 8ാം തീയതി ഫ്രൈഡേ ആണെങ്കിൽ 1ാം തീയതി എന്തായിരിക്കും? ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ ആ മാസത്തിലെ 1ാം തീയതി ഫ്രൈഡേ, 8ാം തീയതി ഫ്രൈഡേ, അതിനുശേഷം വരുന്നത് നേരെ 15ാം തീയതി എന്തായിരിക്കും? ഫ്രൈഡേ ആയിരിക്കും. 15 ഫ്രൈഡേ കഴിഞ്ഞിട്ട് 3 ദിവസം കൂടെ കഴിയണം. 3 ദിവസം കൂടെ കഴിഞ്ഞു. എന്താണ്? ഫ്രൈഡേ കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോൾ അന്നത്തെ തീയതി എത്രയാവണം? 18 ആവണം. ഉണ്ടല്ലോ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. തേഴ്സ്ഡേ, സൺഡേ, ട്യൂസ്ഡേ ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു സീരീസ്. ഇപ്പോൾ ഇതുവരെ CSEB ഇതുപോലൊരു സീരീസ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഇതുപോലൊരു സീരീസ് ഇതുവരെ നമുക്ക് CSEB ചോദിച്ചിട്ടില്ല. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് CSEB ചെയ്തതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ മൺഡേ ഉണ്ടല്ലേ? മൺഡേയുടെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വന്നു?
ട്യൂസ്ഡേ വന്നു അല്ലേ. ഓക്കെ, മൺഡേയുടെ ഒന്ന് കൂട്ടിയപ്പോൾ എന്ത് വന്നു? ട്യൂസ്ഡേ വന്നു. ഇനി അടുത്തത് വീണ്ടും ട്യൂസ്ഡേയുടെ കൂടെ നമുക്ക് 2 ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു നോക്കാം. ട്യൂസ്ഡേ ചൊവ്വാഴ്ചയുണ്ട്, ചൊവ്വാഴ്ച 2 കൂടുമ്പോൾ നമുക്ക് വ്യാഴാഴ്ച തേഴ്സ്ഡേ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് തേഴ്സ്ഡേ വന്നു. ഈ തേഴ്സ്ഡേയുടെ കൂടെ ഞാനൊരു 3 ആഡ് ചെയ്താലോ. തേഴ്സ്ഡേ നമുക്കപ്പോൾ വ്യാഴാഴ്ചയുണ്ട്, വ്യാഴാഴ്ചയുടെ ഞാൻ എത്ര ആഡ് ചെയ്യാൻ പോകുന്നു? 3 ആഡ് ചെയ്യാൻ പോകുന്നു. വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്തായി? സൺഡേ ആയി മാറി അല്ലേ. സൺഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് നിലവിൽ സൺഡേ ആണ് വന്ന് നിൽക്കുന്നത്. സൺഡേയുടെ കൂടെ എത്ര? ആദ്യം 1 ആഡ് ചെയ്തു, 2 ആഡ് ചെയ്തു, അടുത്ത എത്ര ആഡ് ചെയ്തു? 3 ആഡ് ചെയ്തു, അടുത്ത എത്രയാണ്? 4 ആണ് ആഡ് ചെയ്യുന്നത്. സൺഡേയുടെ കൂടെ എത്ര ആഡ് ചെയ്തു? ഞായറാഴ്ചയുടെ കൂടെ 4 ആഡ് ചെയ്യുന്നു. ഞായർ എന്താണ്? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ആൻസർ എന്ത് വരുന്നു? വ്യാഴാഴ്ച. കറക്റ്റ് വന്നില്ലേ? എന്താണ്? തേഴ്സ്ഡേ വന്നല്ലേ. തേഴ്സ്ഡേ വന്നു. തേഴ്സ്ഡേ. ഓക്കെ, തേഴ്സ്ഡേ. അപ്പോൾ 4 ആഡ് ചെയ്തു. അടുത്ത എത്ര ആഡ് ചെയ്യണം? 5 ആണ് ആഡ് ചെയ്യേണ്ടത്. 5 ആഡ് ചെയ്തപ്പോൾ എന്താണ് വന്നു? തേഴ്സ്ഡേയുടെ കൂടെ 5 ആഡ് ചെയ്തപ്പോൾ നമുക്ക് ട്യൂസ്ഡേ ആണ് വന്നത്. എന്ത് ചെയ്തു? 5 ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് വന്നു? ട്യൂസ്ഡേ വന്നു. ഓക്കെ, അപ്പോൾ നിലവിൽ എനിക്ക് ട്യൂസ്ഡേ ആണ് വന്ന് നിൽക്കുന്നത്. ട്യൂസ്ഡേയുടെ കൂടെ ഞാൻ ഇനി എത്ര ആഡ് ചെയ്യാൻ പോകുന്നു? അടുത്തത് 5 ആഡ് ചെയ്തു. അടുത്തത് എത്രയാണ്? 4 ആഡ് ചെയ്തു, 5 ആഡ് ചെയ്തു. അടുത്ത എത്ര ആഡ് ചെയ്യണം? 6 ആഡ് ചെയ്യാൻ പോകുന്നു. ട്യൂസ്ഡേയുടെ കൂടെ എത്ര ആഡ് ചെയ്യുന്നു? 6 ആഡ് ചെയ്യാൻ പോകുന്നു. 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് നോക്കിയാലോ. നോക്കാം എത്ര കിട്ടും. യെസ്, നമുക്ക് 6 ആഡ് ചെയ്യുമ്പോൾ 6 ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ 1 മൈനസ് ചെയ്താലും മതി അല്ലേ. 1 മൈനസ് ചെയ്താലും മതി. അപ്പോൾ 6 ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ 1 മൈനസ് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മൾ 6 ആഡ് ചെയ്യണം. ഇതാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേയുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? 6 ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പം നിലവിൽ ചൊവ്വാഴ്ചയാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ എവിടെ വരുന്നു? തിങ്കളിലേക്ക് വരുന്നു. അപ്പോൾ മൺഡേ ആണ്. മൺഡേ. അപ്പോൾ നമുക്ക് മൺഡേ ഇവിടെ ഓപ്ഷൻ ഉള്ളത് ഒരെണ്ണേ ഉള്ളൂ, മൺഡേ. അപ്പോൾ മൺഡേയുടെ വീണ്ടും എത്രയാണ്? 7 ആണ്. മൺഡേയുടെ വീണ്ടും 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ വരും? മൺഡേ തന്നെ വരും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ, നമ്മൾ 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. CSEB നിങ്ങളെ കുഴപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ കുറച്ച് ഒരു ശകലം ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായി കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ച് നമ്മുടെ ക്ലാസ്, അതുപോലെ നിങ്ങളെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.